ഹായ്, പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി ഇപ്പം ജിയോ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്ത സിനിമ, OTT റിലീസ് ചെയ്ത സിനിമ സു ഫ്രം സോ. കന്നഡ സിനിമയാണ്. ഈ കന്നഡ സിനിമ എന്ന് പറയുമ്പം കന്നഡ സിനിമയെ രണ്ടായിട്ട് പറയാം. ഒന്ന് KGF മുമ്പും KGF ശേഷമെന്നും പറയാം. KGF മുമ്പ് ഉള്ള കന്നഡ സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, തല ചോറ് വീട്ടി വെച്ചിട്ട് സിനിമ കാണാൻ പോകണം. ഞാൻ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. കണ്ട് ഓരോ സീൻ കണ്ട് വെറുത്ത് പിന്നെ ആ ഒരു ഇൻഡസ്ട്രി അങ്ങ് വെറുത്തു പോയി. പിന്നെ കുറച്ച് മാറി വന്ന KGF ഞാൻ കാണാറില്ല, പിന്നെ കന്നഡ സിനിമ കാണാറില്ലായിരുന്നു. അതിനുശേഷമാണ് KGF വന്ന്. KGF ശേഷം കുറേ സിനിമകൾ കേരളത്തിലും റിലീസാക്കാൻ തുടങ്ങി. അങ്ങനെ കുറേ വന്നു. കാന്താരയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അതിനുശേഷം വന്ന സിനിമയാണ് കാന്താരയെ പോലെ 777 ചാർലി. അതിന് ശേഷം കേരളത്തിൽ വന്ന് നല്ലൊരു ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ സിനിമയാണ്. ദുൽഖറിൻ്റെ വെയ്ഫർ ഫിലിംസാണ് ഇത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. നല്ല സിനിമ, ഇവിടെ നല്ല പ്രതികരണം കിട്ടിയതാണ്. അപ്പോൾ അത് ഇന്ന് കണ്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ കിടിലൻ അവതരണം എന്ന് പറഞ്ഞാൽ, ഇത് ഞാനൊരു കന്നഡ സിനിമയായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ ഈ മലയാളം ഡബ്ബാണ് കണ്ടത്. നമുക്കൊരു മലയാള സിനിമ എങ്ങനെ കാണാൻ പറ്റി അതേപോലെ തന്നെയാണ് അവർ ആ ഒരു രീതിയിലാണ് ഇതിനകത്ത് ഇവർ അവതരിപ്പിച്ചേക്കുന്നത്. ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാൽ JP തമിഴ്നാടാണ്. ഇത് പുള്ളി ആദ്യമായിട്ട് ഡയറക്ഷൻ ചെയ്യുന്ന സിനിമയാണ്. പുള്ളി തന്നെ ഇതിനകത്തൊരു റോളും ചെയ്തിട്ടുണ്ട്. പണ്ടത്തെ വെറുപ്പിക്കുന്ന കന്നഡ പടമൊന്നുമല്ല ഇത്. അതൊരു കത്തി പരിപാടി ഉണ്ടല്ലോ പണ്ടത്തെ, ആ പരിപാടിയൊന്നുമില്ല. അതായത് ഈ സന്തൽവുഡ് എന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിലെ മോളിവുഡിനെക്കാട്ടിലും ചെറിയൊരു ഇൻഡസ്ട്രിയാണ്. KGF ശേഷമാണ് ആ ഒരു ഇൻഡസ്ട്രി വളർന്നത്. ഈ സിനിമയിലുള്ള കൂടുതൽ പേരുടെ പേരൊന്നും എനിക്കറിയത്തില്ല, കാരണം ഞാൻ ഇവരെ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിനകത്ത് ഒരാളെ മാത്രം എനിക്കറിയാം. അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള രാജ്ബി ഷെഡ്ഡിയാണ്. ഈ രാജ്ബി ഷെഡ്ഡി, ഈ ഷെഡ്ഡി എന്നുള്ള പേരെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കാസ്റ്റാന്ന് തോന്നുന്നു. അവിടെ ഉള്ള മിക്ക പേരിൻ്റെ വാലറ്റത്ത് ഇതുപോലെ ഷഡ്ഡികൾ കാണാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അനുഷ്ക ഷെഡ്ഡി, രാജ്ബി ഷെഡ്ഡി, ഋഷഭ് ഷെഡ്ഡി, ശ്രീനദി ഷെഡ്ഡി, അങ്ങനെ കുറേ ഷഡ്ഡികളുണ്ട്. എനിക്കൊന്ന് ഇത് കാസ്റ്റാന്ന് തോന്നുന്നു, ഈ ശർമ്മയൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ഈ രാജ്ബി ഷെഡ്ഡി ഇതിനകത്ത് ഒരു റോള് ചെയ്തിട്ടുണ്ട്. പ്രൊഡ്യൂസർ ചെയ്തതിൻ്റെ കൂടാതെ ഒരു റോളും ചെയ്തിട്ടുണ്ട്. ആ റോള് പുള്ളി കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതിനകത്ത് ഒരു ഗുരുവായിട്ടാണ് വരുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ കരുണാകര ഗുരുജി എന്ന് പറഞ്ഞൊരു റോളാണ് ചെയ്തേക്കുന്നത്. പുള്ളി ആ ഒരു സിറ്റുവേഷണൽ കോമഡി ചെയ്യുന്ന ഒരു റോള്. ഒരു ഗുരുജി എന്ന് പുറമെ പുള്ളി നല്ലൊരു കോമഡിയും ഇതിനകത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് പറയേണ്ട കോമഡികൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ ചില കോമഡികളുണ്ടല്ലോ, ചളി കോമഡി പോലല്ല, നമ്മൾ സിറ്റുവേഷനായിട്ട് എങ്ങനെ പറയുന്നുണ്ടോ. ഞാൻ ഈ പടം ചെറുതായിട്ട് എങ്ങനെ ഉണ്ടെന്ന് OTT ഇറങ്ങിപ്പോകുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടി തുടക്കമൊന്നും നോക്കിയതാണ്. ഇതിനകത്തൊരു ലോക്കാക്കുന്നൊരു സാധനമുണ്ട്. ലോക്കാക്കുന്നത് അത് ഈ ഒരു പടത്തിൽ വർക്കായിട്ടുണ്ട്. ഞാനത് കുറച്ച് കണ്ട് അത് ഫുള്ള് കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത്. അപ്പോൾ ഈ പടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു തീം എന്ന് പറഞ്ഞാൽ ഒരു സാഹചര്യത്തിൽ ഒരാളുടെ ദേഹത്ത് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആക്ട് ചെയ്യുക. ആ ആക്ട് അങ്ങ് സീരിയസ് ആയി പോവുക. ആ സീരീസിനകത്തൂടെ കുറേ ഇമോഷൻ, കുറേ കാര്യങ്ങളുമായിട്ട് ഇങ്ങനെ പോകുന്നത്. പിന്നെ അതിനകത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് അവതരിപ്പിച്ചേക്കുന്നത്. ഞാൻ ഈ സിനിമ നല്ല രീതിയിൽ ആസ്വദിച്ചു. അത് OTT കണ്ടതേ ഉള്ളൂ, പക്ഷെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഒരു മലയാളം സിനിമ കാണുന്നതിൻ്റെ കൂട്ടാണ്. ഇപ്പോൾ ഡബ്ബൊക്കെ നമുക്ക് അറിയാമല്ലോ, ചില കന്നഡ സിനിമയായാലും തെലുങ്ക് സിനിമയായാലും മലയാളത്തിൽ ഡബ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ശബ്ദം, ഈ കൈരളിക്കകത്തൊക്കെ വരുന്ന നിങ്ങളുടെ സിനിമ കണ്ടുകൊണ്ടല്ലോ, ശബ്ദമാണ് ഇതിൻ്റെ ബോറ്. പിന്നെ ഈ ബബിൾക്കം ചവയ്ക്കുന്നതിൻ്റെ കൂട്ട് വായനക്കവും ശബ്ദം വേറെ ഏതോ രീതിയിലും പോകും പിടിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഡബ്ബിങ് ഒക്കെ കൃത്യമായിട്ട് എന്ന് വെച്ചാൽ ഒരു മനുഷ്യന് ചേരുന്ന രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ അത്രയും സൂക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്ക് ഇതൊരു മലയാള സിനിമ അല്ലെന്ന് മനസ്സിലാകുള്ളൂ. അല്ലാതെ ശബ്ദമൊക്കെ നമ്മളൊരു മലയാള സിനിമ കാണുന്ന രീതിയിൽ തന്നെ അവർ ഡബ്ബിങ് ആയാലും, പിന്നെ രാജ്ബി ഷെട്ടിയുടെ ശബ്ദം പുള്ളി തന്നെ ചെയ്തതെന്ന് തോന്നുന്നു. പുള്ളി നല്ലോണം മലയാളം പറയും. ഇൻ്റർവ്യൂവിലൊക്കെ ഇവിടെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ, പുള്ളിക്ക് ചേരാത്ത റോളില്ല. പുള്ളി എല്ലാ റോളും ചെയ്തിട്ടുണ്ട്. ഈ രാജ്ബി ഷെട്ടി എല്ലാ റോളും, ഇപ്പോൾ ഈ വില്ലൻ തരമായാലും കോമഡി തരമായാലും പുള്ളി അനായാസമായിട്ട് ചെയ്യുന്നുണ്ട്. കൂടുതൽ പേരുടെ പേര് അറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. അപ്പം അവരെല്ലാവരും ഇതിനകത്ത് രവി അണ്ണൻ എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരനാണ് ഇതിനകത്ത് മെയിൻ ലീഡ് ചെയ്തേക്കുന്നത്. നല്ല രീതിയിൽ അത് വർക്കായിട്ടുണ്ട്. ഇനി പുള്ളിക്കാരനെ എല്ലാവരും മറക്കത്തില്ല. ഈ ഒരു സിനിമയ്ക്കകത്തൂടെ പരിചയമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനും ആദ്യമായിട്ടാണ് പുള്ളിയെ കാണുന്നത്. ഞാൻ കന്നഡ സിനിമ അങ്ങനെ കൂടുതൽ കാണാത്ത ഒരു വ്യക്തിയാണ്. ആകെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് സിനിമ, ഈ കേരളത്തിൽ ഹിറ്റായിട്ടുള്ള കുറച്ച് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. അപ്പം കന്നഡയിൽ നിന്ന് നല്ലൊരു സിനിമയും കൂടി കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ.